സോഷ്യൽ മീഡിയയിലെ തങ്ങളുടെ കളി തുടരുന്നതിനിടെ ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പുതിയൊരു ആക്രമണം അഴിച്ചുവിട്ടു. വൈറലായ ഒരു സമുദ്ര ഓഡിയോ ക്ലിപ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തെ വിഡ്ഢി എന്ന് വിളിച്ചു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നാവികസേനയുടെ റേഡിയോ ആശയവിനിമയങ്ങൾ പകർത്തിയതായി പറയപ്പെടുന്ന ഒരു വീഡിയോ പ്രചരിച്ചതിനെ തുടർന്നാണ് നയതന്ത്ര തർക്കം പൊട്ടിപ്പുറപ്പെട്ടത്. റെക്കോർഡിംഗിൽ ഇഡിയറ്റ് എന്ന പദം ഉപയോഗിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇറാന്റെ സ്വന്തം വിദേശകാര്യ മന്ത്രിയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് അവകാശപ്പെടുന്ന ഒരു പരാമർശവും ഇതിലുണ്ട്. എന്നിരുന്നാലും പ്രിട്ടോറിയയിലെ ഇറാനിയൻ ദൗത്യം ഈ അവകാശവാദങ്ങൾ തള്ളിക്കളയാൻ വേഗത്തിൽ നീങ്ങി. അപമാനം അമേരിക്കൻ പ്രസിഡന്റിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് വാദിച്ചു. എംബസി എക്സിനോട് വ്യക്തമാക്കി, എടാ വിഡ്ഢി, അവൻ ഉദ്ദേശിച്ചത് നിന്റെ വിഡ്ഢി പ്രസിഡന്റ് ട്രംപിനെയാണ്. ഇഡിയറ്റ് എന്ന് ഗൂഗിളിൽ തിരയുക, അത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ കപ്പലുകൾക്കും കർശന മുന്നറിയിപ്പ് നൽകിയതായി IRGC നാവികസേനയുടെ അവകാശവാദം ഉന്നയിച്ചുള്ള ഓഡിയോയിൽ പറയുന്നു. സമുദ്ര ചാനൽ 16 സംപ്രേഷണം ചെയ്ത റേഡിയോ സന്ദേശം ജലപാത ടെഹ്റാന്റെ കർശന നിയന്ത്രണത്തിലാണെന്ന് പ്രഖ്യാപിച്ചു. ഇത് ഇറാനിയൻ സെബ നാവികസേന ചാനൽ 16 വിളിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്നു. ഏതെങ്കിലും വിഡ്ഢിയുടെ ട്വീറ്റുകൾ കൊണ്ടല്ല, നമ്മുടെ ഇമാം ഖമേനിയുടെ കൽപ്പന പ്രകാരമാണ് ഞങ്ങളത് തുറക്കുന്നത്. റേഡിയോ കമ്മ്യൂണിക്കേഷൻ പ്രഖ്യാപിച്ചു. അടച്ചുപൂട്ടൽ ലംഘിക്കുന്ന ഏതൊരു കപ്പലിനും സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രക്ഷേപണം മുന്നറിയിപ്പ് നൽകി. കടലിടുക്ക് കടന്നു പോകണമെങ്കിൽ ഇറാനിയൻ സെബ നാവികസേനയുടെ അനുമതി തേടണം. നമ്മുടെ ശത്രുക്കളുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകളും ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചാൽ അവരെ ലക്ഷ്യം വയ്ക്കപ്പെടും, സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. ഈ സംഘർഷാവസ്ഥയ്ക്ക് കൂടുതൽ പശ്ചാത്തലം നൽകിക്കൊണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പ് നാവികസേന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം നിലനിർത്താനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ തുടർന്നാണ് ഈ നീക്കമെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ഔട്ട്ലെറ്റ് പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. ഈ ഉപരോധം നിലവിലുള്ള വെടിനിർത്തൽ വ്യവസ്ഥകളുടെ നേരിട്ടുള്ള ലംഘനമാണ് എന്ന് ടെഹ്റാൻ അവകാശപ്പെടുന്നു. ശനിയാഴ്ച പുറത്തിറക്കിയ ഔപചാരിക ആശയവിനിമയത്തിൽ പ്രാരംഭ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് ടെഹ്റാൻ നിയുക്തമാക്കിയ ഒരു പ്രത്യേക ഇടനാഴി വഴി സുപ്രധാന ജലപാതയിലൂടെ സൈനികേതര കപ്പലുകൾ കടന്നു പോകാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് തീരുമാനിച്ചതായി IRGC നാവികസേന വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അമേരിക്കൻ ആക്രമണാത്മകത കണക്കിലെടുത്ത് ഈ നയം പെട്ടെന്ന് റദ്ദാക്കി. വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചതിനാലും അമേരിക്കൻ എതിരാളി ഇറാനിയൻ കപ്പലുകൾക്കും തുറമുഖങ്ങൾക്കും മേലുള്ള നാവിക ഉപരോധം നീക്കിയിട്ടില്ലാത്തതിനാലും ഈ ഉപരോധം നീക്കം ചെയ്യുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് ഇന്ന് വൈകുന്നേരം മുതൽ അടച്ചിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സംഘർഷത്തിൽ ഗണ്യമായ വർധനമാണ് ഈ നീക്കമെന്ന് പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. ഈ അടച്ചുപൂട്ടലിനെ തുടർന്ന് മേഖലയിലെ എല്ലാ സമുദ്ര ഗതാഗതത്തിനും IRGC കർശന നിർദ്ദേശം നൽകി. ഒരു കപ്പലും പേർഷ്യൻ ഗൾഫിലോ ഒമാൻ കടലിലോ ഉള്ള നങ്കൂരം വിട്ട് ജലപാതയിലേക്ക് പോകാൻ ശ്രമിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകി. ഇത്തരത്തിലുള്ള ഏതൊരു സമുദ്ര പ്രവർത്തനത്തെയും ശത്രുവായുള്ള സഹകരണമായി കാണുമെന്നും ലംഘനം നടത്തുന്ന കപ്പലിനെ ലക്ഷ്യം വയ്ക്കുമെന്നും IRGC മുന്നറിയിപ്പും നൽകി. മേഖലയിലെ പ്രാഥമിക ഊർജ്ജ ഗതാഗത പാതയിൽ IRGC പൂർണ്ണ നിയന്ത്രണം ഉറപ്പിച്ചിരിക്കുന്നതിനാൽ ഈ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര ഷിപ്പിംഗിനെ അതീവ ജാഗ്രതയിലാക്കുന്നു. ജലപാതയുടെ നടത്തിപ്പും നിയന്ത്രണങ്ങളും സംബന്ധിച്ച ഏക ഔദ്യോഗിക അധികാരം IRGCയുടെ നാവികസേനയ്ക്കാണെന്ന് പ്രദേശത്തിന്മേലുള്ള തങ്ങളുടെ ആധിപത്യം ആവർത്തിച്ച് പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിനെയും പേർഷ്യൻ ഗൾഫിനെയും കുറിച്ച് ഭീകരനായ US പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനകൾക്ക് സാധുതയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനിയൻ സൈന്യം വാഷിംഗ്ടണിൽ നിന്നുള്ള സമീപകാല വാക്കുകൾ തള്ളിക്കളഞ്ഞു. ആഗോള എണ്ണ വ്യാപാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായി വർത്തിക്കുന്നതിനാൽ ഹോർമുസ് കടലിടുക്കിന്റെ തന്ത്രപരമായ പ്രാധാന്യം അന്താരാഷ്ട്ര ശ്രദ്ധയുടെ ഒരു കേന്ദ്ര ബിന്ദുവായി തുടരുകയാണ്. ഈ ജലപാതയ്ക്കുള്ളിലെ ഏതൊരു പ്രവർത്തന ഇടപെടലും അന്താരാഷ്ട്ര ഊർജ്ജ വിതരണത്തിനും സമുദ്ര ലോജിസ്റ്റിക്സിന്റെ സ്ഥിരതയ്ക്കും തൽക്ഷണ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.